പ്രപഞ്ചത്തിന്റെ ചലനങ്ങളിൽ ഓരോ മനുഷ്യന്റെയും ജീവിതം ഓരോ പുതിയ അധ്യായങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ധനുരാശിയിലെ അപരാജിതരായ നക്ഷത്രമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പൂരാടം നക്ഷത്രക്കാർക്ക് 2026 മാർച്ച് മാസം ജീവിതത്തിലെ നിർണായകമായ ഒരു വഴിത്തിരിവാണ്. ഈ മാസം നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ വിസ്മയങ്ങളാണ് കരുതി വച്ചിരിക്കുന്നത് എന്ന് അറിയാനുള്ള കൗതുകം ഓരോ പൂരാടം നക്ഷത്രക്കാരിലും ഉണ്ടാകുക സ്വാഭാവികമാണ്. ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ ജീവിതത്തിന്റെ മൊത്തത്തിലുള്ള ഗതിയെക്കുറിച്ച് ഒരു ഏകദേശ ചിത്രം നമുക്ക് പരിശോധിക്കാം. ശുക്രനധിപനായ പൂരാടം നക്ഷത്രക്കാർ എന്നും ജീവിതത്തെ ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നവരും വെല്ലുവിളികളെ പുഞ്ചിരിയോടെ നേരിടാൻ കെൽപ്പുള്ളവരുമാണ്. തോൽക്കാൻ മനസ്സില്ലാത്ത നിങ്ങളുടെ ആ നിശ്ചയദാർഢ്യത്തിന് പ്രപഞ്ചം നൽകുന്ന പ്രതിഫലമായിരിക്കും ഈ മാസം. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി നിങ്ങൾ നേരിട്ട് കൊണ്ടിരുന്ന മാനസികവും സാമ്പത്തികവുമായ അസ്വസ്ഥതകൾക്ക് ഒരു അറുതി വരാൻ പോകുന്നു എന്ന ശുഭവാർത്തയോടെയാണ് ഈ മാസം മുന്നോട്ടു പോകുന്നത്. കാത്തിരിപ്പിനും കഠിനാധ്വാനത്തിനും ഒടുവിൽ വിജയത്തിന്റെ മധുരം നുണയാൻ ഒരുങ്ങുന്ന ഒരു പൂരാടം ജാതകക്കാരനെയാണ് 2026 മാർച്ചിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. 2026 മാർച്ച് മാസത്തെ ഒരു പരിവർത്തന കാലഘട്ടം എന്ന് വിളിക്കുന്നതാകും ഏറ്റവും ഉചിതം. മഞ്ഞുരുകി വസന്തം വിരിയുന്നത് പോലെ നിങ്ങളുടെ തടസ്സപ്പെട്ട പല കാര്യങ്ങളും ഈ മാസം സജീവമാകും. പൂരാടം നക്ഷത്രക്കാർ പൊതുവെ ലക്ഷ്യബോധമുള്ളവരാണെങ്കിലും പലപ്പോഴും സാഹചര്യങ്ങൾ അവരെ പിന്നോട്ട് വലിക്കാറുണ്ട്. എന്നാൽ ഈ മാസം സാഹചര്യം നിങ്ങൾക്ക് അനുകൂലമായി മാറുകയാണ്. തൊഴിൽ മേഖലയിലായാലും കുടുംബജീവിതത്തിലായാലും ഒരു പുതിയ ഊർജം പ്രകടമാകും. നിങ്ങളുടെ വാക്ചാതുര്യവും വ്യക്തിത്വവും മറ്റുള്ളവരെ ആകർഷിക്കുന്ന രീതിയിലേക്ക് ഉയരുന്ന ഒരു കാലമാണിത്. സാമ്പത്തികമായ സുരക്ഷിതത്വം ഓരോ മനുഷ്യന്റെയും സ്വപ്നമാണ്. പൂരാടം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പണം കൈകാര്യം ചെയ്യുന്നതിൽ അവർ കാണിക്കുന്ന വിവേകം ഈ മാസം അവരെ വലിയ സാമ്പത്തിക നേട്ടങ്ങളിലേക്ക് നയിക്കും. അനാവശ്യ ചെലവുകൾ കുറയ്ക്കാനും നിക്ഷേപങ്ങളെക്കുറിച്ച് ഗൗരവമായി ചിന്തിക്കാനും നിങ്ങൾ പ്രേരിപ്പിക്കപ്പെടും. അതുപോലെ തന്നെ കുടുംബമെന്ന തണൽമരത്തിന് കീഴിൽ സന്തോഷം കണ്ടെത്താൻ നിങ്ങൾ ഈ മാസം കൂടുതൽ സമയം ചെലവഴിക്കും. ബന്ധങ്ങളിലെ വിള്ളലുകൾ മാഞ്ഞു പോകുന്നതും സ്നേഹത്തിന്റെ പുതിയ ഉറവകൾ കണ്ടെത്താൻ സാധിക്കുന്നതും ഈ മാസത്തിന്റെ പ്രത്യേകതയാണ്. ആത്മീയതയും ഭൗതികതയും തമ്മിലുള്ള ഒരു സന്തുലിതാവസ്ഥ കണ്ടെത്താൻ പൂരാടം നക്ഷത്രക്കാർ ശ്രമിക്കുന്ന കാലം കൂടിയാണിത്. കേവലം പണത്തിന് പിന്നാലെ ഓടാതെ മനസ്സിന്റെ ശാന്തിക്കായി നിങ്ങൾ കണ്ടെത്തുന്ന വഴികൾ നിങ്ങളുടെ ജീവിത വീക്ഷണത്തെ തന്നെ മാറ്റിയേക്കാം. പ്രകൃതിയോടും ഈശ്വരനോടും കൂടുതൽ അടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഈ മാസത്തിൽ നിങ്ങളുടെ മനസ്സ് ഒരു വലിയ ശാന്തതയിലേക്ക് നീങ്ങുന്നത് നിങ്ങൾക്ക് അനുഭവപ്പെടും. ജ്യോതിഷം എന്നത് സാധ്യതകളുടെ ശാസ്ത്രമാണ്. നിങ്ങളുടെ കഠിനാധ്വാനവും പോസിറ്റീവായ ചിന്താഗതിയും ഒത്തുചേരുമ്പോൾ ഈ മാസത്തെ ഏറ്റവും മികച്ച മാസമാക്കി മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കും. തടസ്സങ്ങൾ ഉണ്ടായേക്കാം, എന്നാൽ അവയെല്ലാം നിങ്ങളെ കൂടുതൽ ശക്തനാക്കാൻ വേണ്ടിയുള്ളതാണെന്ന് മനസ്സിലാക്കുക. വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്കും പുതിയ വീടെന്ന സ്വപ്നം കാണുന്നവർക്കും വിവാഹ സംബന്ധമായ തീരുമാനങ്ങൾ എടുക്കാൻ കാത്തിരിക്കുന്നവർക്കും 2026 മാർച്ച് മാസം വലിയ പ്രതീക്ഷകൾ നൽകുന്നു. തൊഴിൽപരമായി പൂരാടം നക്ഷത്രക്കാർക്ക് മാർച്ച് മാസം വലിയ മാറ്റങ്ങളുടെയും തിരിച്ചറിവുകളുടെയും കാലമാണ്. സർക്കാർ അല്ലെങ്കിൽ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് ഈ മാസം ജോലിഭാരം വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. എന്നിരുന്നാലും നിങ്ങളുടെ കഠിനാധ്വാനം മേലുദ്യോഗസ്ഥരാൽ അംഗീകരിക്കപ്പെടും. കഴിഞ്ഞ കുറെ കാലമായി നിലനിന്നിരുന്ന തടസ്സങ്ങൾ നീങ്ങുകയും പ്രൊമോഷൻ അല്ലെങ്കിൽ ശമ്പള വർധനവ് സംബന്ധിച്ച നല്ല വാർത്തകൾ കേൾക്കാൻ സാധിക്കുകയും ചെയ്യും. സഹപ്രവർത്തകരിൽ നിന്നുള്ള പിന്തുണ നിങ്ങൾക്ക് ആത്മവിശ്വാസം നൽകും. എന്നാൽ ഓഫീസിലെ രഹസ്യമായ ചർച്ചകളിൽ നിന്നും ഗ്രൂപ്പിസത്തിൽ നിന്നും വിട്ടുനിൽക്കുന്നത് ഭാവിയിലേക്ക് ഗുണകരമാകും. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് മാർച്ച് 2ാം പകുതി അനുകൂലമാണ്. പങ്കാളിത്ത ബിസിനസ്സുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർ ഇടപാടുകളിൽ കൂടുതൽ സുതാര്യത പുലർത്തണം. വിദേശത്തുമായി ബന്ധപ്പെട്ട ബിസിനസ്സുകൾ ചെയ്യുന്നവർക്ക് വലിയ ലാഭം കൊയ്യാൻ സാധിക്കുന്ന കരാറുകളിൽ ഒപ്പിടാൻ സാധിക്കും. പരസ്യത്തിനും മാർക്കറ്റിംഗിനും വേണ്ടി പണം ചെലവാക്കുന്നത് വഴി ബിസിനസ് വിപുലീകരിക്കാൻ സാധിക്കും. വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്ന പൂരാടം നക്ഷത്രക്കാർക്ക് ഈ മാസം അനുകൂലമായ വിസ നടപടികൾ പൂർത്തിയാക്കാൻ സാധിക്കും. പ്രൊഫഷണൽ കോഴ്സുകൾ കഴിഞ്ഞവർക്ക് മികച്ച സ്ഥാപനങ്ങളിൽ ഇന്റേൺഷിപ്പോ ട്രെയിനിങ്ങിനോ അവസരം ലഭിക്കും. തൊഴിൽ സ്ഥലത്ത് അനാവശ്യമായ തർക്കങ്ങൾ ഒഴിവാക്കുക. നിങ്ങളുടെ കഴിവ് തെളിയിക്കാൻ ലഭിക്കുന്ന അവസരങ്ങൾ കൃത്യസമയത്ത് ഉപയോഗിക്കുക. ജോലി മാറാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ മാസം നല്ല അവസരങ്ങൾ തേടിയെത്തും. എന്നാൽ കൃത്യമായ അന്വേഷണം നടത്താതെ നിലവിലെ ജോലി ഉപേക്ഷിക്കരുത്. ഒന്നിലധികം മാർഗങ്ങളിലൂടെ പണം കൈവരാൻ സാധ്യതയുണ്ട്. പഴയ നിക്ഷേപങ്ങളിൽ നിന്നുള്ള ലാഭം, പൂർവിക സ്വത്തുക്കളിൽ നിന്നുള്ള വരുമാനം എന്നിവ പ്രതീക്ഷിക്കാം. കുടിശ്ശികയായി കിടന്ന തുകകൾ അപ്രതീക്ഷിതമായി ലഭിക്കുന്നത് വലിയ ആശ്വാസമാകും. വീടുപണി, വാഹന അറ്റകുറ്റപ്പണികൾ അല്ലെങ്കിൽ കുടുംബത്തിലെ ശുഭകാര്യങ്ങൾ എന്നിവയ്ക്കായി വലിയൊരു തുക ചെലവാകാൻ സാധ്യതയുണ്ട്. ആഡംബര വസ്തുക്കൾ വാങ്ങാനുള്ള പ്രവണത ഈ മാസം വർദ്ധിക്കും. ഇത് നിയന്ത്രിച്ചില്ലെങ്കിൽ മാസാവസാനം സാമ്പത്തിക ഞെരുക്കം അനുഭവപ്പെട്ടേക്കാം. ഓഹരി വിപണിയിലോ റിയൽ എസ്റ്റേറ്റിലോ നിക്ഷേപം നടത്താൻ ഉദ്ദേശിക്കുന്നവർ വിദഗ്ധോപദേശം തേടുന്നത് നന്നായിരിക്കും. ദീർഘകാല നിക്ഷേപങ്ങൾക്ക് ഈ മാസം വളരെ അനുയോജ്യമാണ്. ലോട്ടറി, ചൂതാട്ടം തുടങ്ങിയ ഭാഗ്യപരീക്ഷണങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് ധനനഷ്ടം ഒഴിവാക്കാൻ സഹായിക്കും. ബാങ്ക് വായ്പകൾക്കായി അപേക്ഷിച്ചിട്ടുള്ളവർക്ക് അത് അനുവദിച്ചു കിട്ടും. പഴയ കടങ്ങൾ വീട്ടാൻ ഈ കാലയളവ് ഉപയോഗപ്പെടുത്തുന്നത് മാനസിക സമാധാനം നൽകും. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിലനിൽക്കുന്ന കാലമാണിത്. എങ്കിലും ചെറിയ ചില വിട്ടുവീഴ്ചകൾ ആവശ്യമായി വരും. പൂരാടം നക്ഷത്രക്കാരായ ദമ്പതികൾക്കിടയിൽ പരസ്പര ധാരണ
വർദ്ധിക്കും. പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ നൽകേണ്ടി വരും. ദീർഘകാലമായി നിലനിന്നിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ ചർച്ചകളിലൂടെ പരിഹരിക്കപ്പെടും. പങ്കാളിയുടെ വീട്ടുകാരുമായി നല്ല ബന്ധം സ്ഥാപിക്കാൻ ഈ മാസം സാധിക്കും. ഒരുമിച്ച് യാത്രകൾ ചെയ്യാനോ വിനോദങ്ങളിൽ ഏർപ്പെടാനോ ഉള്ള അവസരങ്ങൾ വന്നുചേരും. മാതാപിതാക്കളുടെ ആരോഗ്യകാര്യത്തിൽ പുരോഗതിയുണ്ടാകും. മക്കളുടെ വിദ്യാഭ്യാസ കാര്യത്തിലോ വിവാഹ കാര്യത്തിലോ ഗുണകരമായ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും. മക്കളുടെ നേട്ടങ്ങളിൽ അഭിമാനിക്കാൻ അവസരമുണ്ടാകും. ബന്ധുക്കളുമായുള്ള ബന്ധം പുതുക്കാൻ സാധിക്കും. കുടുംബത്തിൽ നടക്കാൻ പോകുന്ന വലിയൊരു ചടങ്ങിൽ നിങ്ങൾ പ്രധാന പങ്കുവഹിക്കും. സുഹൃത്തുക്കളിൽ നിന്നുള്ള സഹായം പ്രതിസന്ധി ഘട്ടങ്ങളിൽ തുണയാകും. എന്നാൽ കുടുംബ രഹസ്യങ്ങൾ പുറത്തുള്ളവരോട് പങ്കുവെക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. മനസ്സിന്റെ സമാധാനത്തിന് ആത്മീയതയിലേക്ക് തിരിയുന്നത് പോരാടം നക്ഷത്രക്കാർക്ക് ഈ മാസം വലിയ ഗുണം ചെയ്യും. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാൻ അവസരമുണ്ടാകും. വീട്ടിൽ പൂജകളോ പ്രാർത്ഥനകളോ നടത്താൻ താല്പര്യമുണ്ടാകും. ആത്മീയ ഗുരുക്കന്മാരുടെ ഉപദേശം തേടുന്നത് ജീവിതത്തിലെ ആശയക്കുഴപ്പങ്ങൾ മാറാൻ സഹായിക്കും. ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് മനസ്സിന് വലിയ സന്തോഷം നൽകും. ജോലിയിലെ അമിതഭാരം കാരണം ഇടയ്ക്ക് മാനസിക സമ്മർദ്ദം അനുഭവപ്പെട്ടേക്കാം. യോഗ, ധ്യാനം എന്നിവ ശീലിക്കുന്നത് മനസ്സിനെ ശാന്തമാക്കാൻ സഹായിക്കും. അനാവശ്യമായ ഉത്കണ്ഠകൾ ഒഴിവാക്കി പോസിറ്റീവായി ചിന്തിക്കാൻ ശ്രമിക്കുക. രാത്രിയിൽ കൃത്യമായ ഉറക്കം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ദേഷ്യം നിയന്ത്രിക്കേണ്ടത് ഈ മാസത്തെ വലിയൊരു വെല്ലുവിളിയാണ്. സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാൻ പഠിക്കുന്നത് വ്യക്തിത്വ വികാസത്തിന് സഹായിക്കും. ദഹന സംബന്ധമായ പ്രശ്നങ്ങളോ ഉദര രോഗങ്ങളോ വരാൻ സാധ്യതയുള്ളതിനാൽ ഭക്ഷണ കാര്യത്തിൽ അതീവ ശ്രദ്ധ പുലർത്തുക. പുറത്തു നിന്നുള്ള ഭക്ഷണങ്ങൾ പരമാവധി ഒഴിവാക്കുക. രക്തസമ്മർദ്ദമോ പ്രമേഹമോ ഉള്ളവർ കൃത്യമായ ഇടവേളകളിൽ പരിശോധനകൾ നടത്തണം. വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതീവ ശ്രദ്ധ വേണം. ദൂരയാത്രകൾ ചെയ്യുമ്പോൾ രാത്രികാല യാത്രകൾ ഒഴിവാക്കുന്നത് നന്നായിരിക്കും. ചിട്ടയായ വ്യായാമം ദിനചര്യയുടെ ഭാഗമാക്കുക. ശുദ്ധവായു ശ്വസിക്കാനും പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കാനും സമയം കണ്ടെത്തുക. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് മികച്ച ഫലം ലഭിക്കും. ഏകാഗ്രത വർദ്ധിപ്പിക്കാൻ പ്രത്യേക പരിശീലനങ്ങൾ നടത്തുന്നത് നന്നായിരിക്കും. വിദേശത്തോ ദൂരെയുള്ള സർവകലാശാലകളിലോ പഠനത്തിന് അവസരം തേടുന്നവർക്ക് അനുകൂലമായ മറുപടികൾ ലഭിക്കും. പുതിയ കോഴ്സുകളിൽ ചേരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ മാസം തീരുമാനങ്ങൾ എടുക്കാം. പാഠ്യേതര വിഷയങ്ങളിൽ താല്പര്യമുള്ള പോരാടം നക്ഷത്രക്കാർക്ക് അവയിൽ തിളങ്ങാനും പുരസ്കാരങ്ങൾ നേടാനും സാധിക്കും. പുതിയ വീട് വാങ്ങാനോ നിലവിലുള്ള വീട് പുതുക്കിപ്പണിയാനോ തീരുമാനമെടുക്കും. വാഹനഭാഗ്യം ഈ മാസം പ്രകടമാണ്. വിലപിടിപ്പുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ വാങ്ങാൻ സാധ്യതയുണ്ട്. കോടതി കേസുകളിൽ അനുകൂലമായി വിധി വരാനോ അല്ലെങ്കിൽ ഒത്തുതീർപ്പിലെത്താനോ സാധ്യതയുണ്ട്. രേഖകളിൽ ഒപ്പിടുമ്പോൾ ശ്രദ്ധയോടെ വായിച്ചു നോക്കുക. പഴയ സുഹൃത്തുക്കളെ കണ്ടുമുട്ടുന്നത് മനസ്സിന് ഉന്മേഷം നൽകും. എങ്കിലും പുതിയ സൗഹൃദങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ജാഗ്രത പാലിക്കുക. എല്ലാ കാര്യങ്ങളിലും കൃത്യനിഷ്ഠ പാലിക്കുന്നത് വിജയത്തിലേക്ക് നയിക്കും. ജോലികൾ നാളത്തേക്ക് മാറ്റിവെക്കുന്ന ശീലം ഉപേക്ഷിക്കുക. സംസാരത്തിൽ വിനയം പുലർത്തുക. മറ്റുള്ളവരുടെ വികാരങ്ങളെ മാനിക്കുന്നത് ശത്രുക്കളുടെ എണ്ണം കുറയ്ക്കാൻ സഹായിക്കും. ശനിയാഴ്ചകളിലും ചൊവ്വാഴ്ചകളിലും നിരാലംബരായവർക്ക് ഭക്ഷണമോ വസ്ത്രമോ നൽകുന്നത് തടസ്സങ്ങൾ മാറാൻ സഹായിക്കും. ഇഷ്ടദൈവത്തെ ധ്യാനിക്കുന്നതും വീടിനടുത്തുള്ള ക്ഷേത്രങ്ങളിലോ ആരാധനാലയങ്ങളിലോ ദർശനം നടത്തുന്നതും പോസിറ്റീവ് എനർജി നൽകും. സസ്യാഹാരത്തിന് മുൻഗണന നൽകുന്നത് ആരോഗ്യത്തിനും മനസ്സിനും ഗുണം ചെയ്യും. ചുരുക്കത്തിൽ പൂരാടം നക്ഷത്രക്കാർക്ക് 2026 മാർച്ച് മാസം അല്പം അധ്വാനമേറിയതാണെങ്കിലും മികച്ച ഫലങ്ങൾ നൽകുന്ന ഒന്നായിരിക്കും. തൊഴിൽപരമായ നേട്ടങ്ങളും സാമ്പത്തികമായ വളർച്ചയും ഈ മാസത്തിന്റെ പ്രത്യേകതയാണ്. കുടുംബ ബന്ധത്തിലെ ദൃഢതയും ആത്മീയമായ ഉണർവും നിങ്ങൾക്ക് പ്രതിസന്ധികളെ മറികടക്കാൻ കരുത്താകും. ആരോഗ്യകാര്യത്തിലും ധനവിനിയോഗത്തിലും മിതത്വം പാലിച്ചാൽ ഈ മാസം നിങ്ങൾക്ക് അവിസ്മരണീയമായ അനുഭവങ്ങൾ സമ്മാനിക്കും. സ്വന്തം കഴിവുകളിൽ വിശ്വസിക്കുക. സത്യസന്ധമായി പ്രവർത്തിക്കുക. വിജയത്തിന്റെ വാതിലുകൾ നിങ്ങൾക്കായി തുറക്കപ്പെടും.